സോ ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഒരു പ്രൊമോ നമ്മൾ കണ്ടു. എന്നാൽ ആ പ്രൊമോയ്ക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തരുന്ന ഒരു പ്രൊമോ കൂടി വന്നിരിക്കുകയാണ്. സോ ഈ പ്രൊമോയ്ക്കകത്ത് ആ അടിയുടെ കാരണങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. രഞ്ജിനി ഹരിദാസും ഒരു പെൺകുട്ടിയും തമ്മിൽ നല്ല ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കരഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരെ ഈ ഒരു 20 പേരുടെ കൂട്ടത്തിൽ കയറ്റിവിട്ടത് എന്നും ആ ടാസ്കിൽ പൂർണ്ണമായിട്ട് അവർ ജയിച്ചിട്ടില്ല എന്നും ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടില്ല എന്നുമാണ് ആ ഒരു മയക്ക് പിടിച്ച പെൺകുട്ടി പറഞ്ഞത്. ഇത് കേട്ട രഞ്ജിനി ഹരിദാസ് ചോര തിളയ്ക്കും, സ്വാഭാവികമാണ്. കാലിപ്പിൽ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, നിങ്ങളടുത്ത് ഇന്നലെ ചോദിച്ചതാണോ? മെജോറിറ്റി കിട്ടിയിട്ടല്ലേ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചതല്ലേ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് രഞ്ജിനി ഹരിദാസ് കാട്ടയ്ക്ക് കയറി ചോദിക്കുകയാണ്. യു സ്റ്റോപ്പ് ടോക്കിംഗ്. പിന്നെ കൂടുതൽ അലമ്പാക്കാൻ നോക്കിയാൽ ഞങ്ങൾ അലമ്പാവും. ഞങ്ങൾ അലമ്പായാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ശരിക്കും തന്നെ സ്കോർ ചെയ്തു. പക്ഷേ ആ ചോദ്യം ആ ഒരു ജസ്റ്റിസ് സർവ് ചെയ്തില്ല എന്ന ആ പെൺകുട്ടിയുടെ പോയിന്റ്, അത് പറയാൻ അവർ കാണിച്ച ധൈര്യം, അതിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ഇങ്ങനൊരു കാര്യം ചോദിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ അസാമാന്യ ധൈര്യം വേണം. ജഡ്ജസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കുട്ടി ധൈര്യത്തോടെ അത് ചോദിച്ചു. പക്ഷേ രഞ്ജിനി ഹരിദാസ് ചോദിച്ച ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. കാരണം പൂജയെ വിജയിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തതാണ്. ആ സമയത്ത് വേണമെങ്കിൽ ശക്തമായിട്ട് ഈ പെൺകുട്ടിക്ക് അവിടെ എതിർക്കാമായിരുന്നു. അവിടെ എതിർക്കാത്തത് ഒരു അബദ്ധം തന്നെയാണ്. പിന്നീട് ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ പറയേണ്ട സമയത്ത് പറയണം. സമയം കഴിഞ്ഞു പോയാൽ പോയി. അപ്പോൾ ആ സമയത്ത് എതിർത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവിടെ പൂജയ്ക്ക് കയറാൻ കഴിയുമായിരുന്നോ എന്നൊരു വിഷയം വന്നേനെ. പക്ഷെ വൈകിപ്പോയി. എന്തായാലും രഞ്ജിനിയും ഈ പറയുന്ന ഒരു പെൺകുട്ടി, അവരുടെ പേരൊന്നും അറിയില്ല, സോ അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.